ഈ കേസിൽ സംഭവിച്ച വേറൊരു കൗതുകകരമായ കാര്യം, ഞാൻ ആരെയും പേഴ്സണലി കുറ്റപ്പെടുത്തുകയല്ല. ഒരു വശത്ത് ദിലീപിന് വേണ്ടി ഹാജരായത് കേരളത്തിലെ നമ്പർ 1 അഡ്വക്കേറ്റുമാരിൽ ഒരാളായ രാമൻപിള്ള സാറാണ്, അഡ്വക്കേറ്റ് ബി രാമൻപിള്ള. എതിർവശത്ത് ആരായിരുന്നു? അതിജീവിത തെരഞ്ഞെടുത്ത പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സാണ് എതിർവശത്ത്. രണ്ടുപേരും മിടുക്കന്മാരാണ് ടി വിയിൽ കേസ് വാദിക്കാൻ. പക്ഷെ കോടതി മുറിയിൽ അവരെങ്ങനെ വാദിച്ചു എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല, അടച്ചിട്ട കോടതിയായിരുന്നു. ബട്ട് ഒരു അണീവൻ ആയിട്ടുള്ള ടീമായിരുന്നു ഈ കേസിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒരു വശത്ത് വെറ്ററൻ ആയിട്ടുള്ള രാമൻപിള്ള സാറ്, മറുവശത്ത് രാമൻപിള്ള സാറിൻ്റെ അത്രയും സ്റ്റേച്ചർ ഇല്ലാത്ത രണ്ടുപേർ. അവർ മോശക്കാരാന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റേച്ചർ വെച്ച് നോക്കുമ്പോൾ, സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ രാമൻപിള്ള സാറിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഇപ്പുറത്തും ഉണ്ടാകണമായിരുന്നു. എന്തുകൊണ്ടത് ഉണ്ടായില്ല? പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. 2 പ്രോസിക്യൂട്ടർമാർ ജഡ്ജിയുമായിട്ട് പിണങ്ങി ഇറങ്ങിപ്പോയി. അതിൻ്റെ കാരണങ്ങൾ അഭ്യൂഹമായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ ജഡ്ജിയുമായിട്ട് പിണങ്ങി പ്രോസിക്യൂട്ടർ രാജിവെക്കുക, ഇറങ്ങിപ്പോവുക എന്നൊക്കെ പറയുന്നത് അത്യപൂർവമായ സംഭവമാണ്. അങ്ങനെ ഒരു കാര്യം നടക്കേണ്ട കാര്യമില്ലല്ലോ. കോടതിക്കുള്ളിൽ നിയമപരമായിട്ട് നിങ്ങൾ നടത്തുന്ന വാദങ്ങൾ ജഡ്ജി തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലീഫ് കിട്ടും. ഇവർ തന്നെ 2 തവണ ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി മാറ്റിയില്ല. സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി മാറ്റിയില്ല. അപ്പോൾ എന്താ വിചാരിക്കേണ്ടത്? ഇത്രയും കോടതിയും ഇത്രയും ജഡ്ജിമാരും എല്ലാം അതിജീവിതയ്ക്കൊപ്പം അല്ല എന്നാണ് വിചാരിക്കേണ്ടത്. അങ്ങനെ വരില്ലല്ലോ. അപ്പോൾ ചെയ്യാവുന്ന യുദ്ധം മുഴുവൻ കോടതിയിൽ ചെയ്തു, എന്നിട്ടും ഒരു പോർഷൻ തോറ്റു. നോക്കൂ, റിയൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പേഴ്സിയുടെ കുറ്റവാളി, അതായത് ഇതൊരു കൊട്ടേഷൻ ആണെന്നും ആ കൊട്ടേഷൻ ദിലീപാണ് കൊടുത്തതെന്നും ഇവർ സങ്കല്പിച്ചു, വിശ്വസിച്ചു. അത് വിശ്വാസം മാത്രമാണെന്നും വസ്തുതയല്ലെന്നും കോടതി പറഞ്ഞു. അത് താങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? അപ്പോൾ 110 ന്യായങ്ങൾ. എൻ്റെ അയൽവക്കത്തായിരുന്നു ദിലീപ് പണ്ട് താമസിച്ചത്. എനിക്ക് അയാളെ നന്നായിട്ടറിയാം. അയാൾ മഹാകള്ളനാണ്. ലിയോ, ഇതൊരു ന്യായമാണ്? നിങ്ങളുടെ അയൽവക്കത്ത് താമസിച്ച ആൾ കള്ളനായിരുന്നു, നിങ്ങൾ തന്നെ സർട്ടിഫൈ ചെയ്യുക, അതുകൊണ്ട് അയാൾ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്ന് വരുത്തുക. ഇതൊക്കെ എന്തൊരു, എനിക്ക് മനസ്സിലാവണില്ല. ദിലീപ് ഒരു ദുഷ്ടനാണ്. ശരി, ദുഷ്ടനാണ്. പക്ഷേ ഈ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ തെളിവ് എവിടെ? ദിലീപ് അഹങ്കാരിയാണ്. ശരി, അഹങ്കാരിയാണെന്ന് വെച്ചോ, പക്ഷെ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ തെളിവാകുന്നില്ലല്ലോ അഹങ്കാരം. ഇത് ഈ നമ്മുടെ കോമൺ പാർലൻസിൽ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള വാദങ്ങൾ ഉന്നയിക്കുകയാണ്. ദിലീപ് അഹങ്കാരിയാണ്, ദിലീപിന് മമ്മൂട്ടിയേക്കാൾ പൊക്കം കുറവാണ്, ദിലീപ് കറുത്തിട്ടാണ്, ദിലീപിൻ്റെ കണ്ണ് കാണാൻ ഒരു ഭംഗിയില്ല, അതുകൊണ്ട് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു. ഇതെന്തൊരു ന്യായം? നിങ്ങൾക്ക് അന്യഥ 110 കുറ്റം ആ മനുഷ്യനുണ്ടാവും. ഒരു മനുഷ്യനല്ലേ, 110 കുറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ കുറ്റം ചെയ്തു എന്നാകുന്നില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അത് തന്നെ ആയിരിക്കണം കോടതിയും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് വരാനായിട്ട് ഇനിയും ദിവസങ്ങളെടുക്കും. 12-ാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ 12-ന് ഫൈനൽ വിധി അപ്ലോഡ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ 13-ഓ 14-ഓ ആയി എന്ന് വരാം. അത് മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ സെഷൻ ജഡ്ജിയുടെ ഇഷ്ടം പോലെ ഇരിക്കും. ബട്ട് അതുവരെ ഉള്ള സിറ്റുവേഷനിൽ ദിലീപിനെ ഏതായാലും വെറുതെ വിട്ടു എന്നുള്ളത് സത്യമാണില്ല. ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കൂ, ആ മനുഷ്യനെ ഒരു ഗൂഢാലോചനയിൽ പെടുത്തിയതല്ലേ? അങ്ങേരെ എന്ത് ചെയ്തു എന്നാണ്